നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ ലോറിയിടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചു. കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ പ്രബിൻ, നടി ഐശ്വര്യ റാംസായി, ചെമ്പനീർ പൂവ് ജനപ്രീതിയുള്ള സീരിയൽ. കാഞ്ഞാണി ഏനാമാവ റോഡരികിലെ വെള്ളക്കെട്ട് ദുരിതമാകുന്നു. വാർത്തകൾ വിശദമായി. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ ലോറിയിടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചു. ഏങ്ങണ്ടിയൂർ എലൈറ്റുപടി മങ്ങാട്ട് വീട്ടിൽ ശാലിനിയാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 6 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. പൊക്കുളങ്ങരയിൽ വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ലോറിയിടിച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 2024 സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി 16 പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത്. നമ്മൾ അവാർഡ് വിതരണം ചെയ്യുന്നതും അത് തെരഞ്ഞെടുക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചു. മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത തരത്തിൽ എല്ലാ ചാനലുകൾക്കും അവാർഡ് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിൽ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ മുഖം നോക്കിയോ അല്ലെങ്കിൽ ചാനലിൻ്റെ പേര് നോക്കിയോ അല്ല നമ്മളിവിടെ അവാർഡ് നിർണയിച്ചിരിക്കുന്നത്. തീർത്തും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്ന 16 അവാർഡുകളും തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ എന്നെ ഏൽപ്പിച്ച 4 പേരുടെ പേരുകൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഏറ്റവും മികച്ച നടനായി പ്രബിൻ, സി കേരളം, കുടുംബശ്രീ ശാരദ. ഏറ്റവും മികച്ച നടി ഐശ്വര്യ റാംസായി, ഏഷ്യാനെറ്റിലെ മൗനരാഗം. മികച്ച സംവിധായകൻ, ദ ബെസ്റ്റ് ഡയറക്ടർ മഞ്ജു ധർമ്മൻ, ചെമ്പനീർ പൂവ്, ഏഷ്യാനെറ്റ്. ബെസ്റ്റ് ആങ്കർ ഇൻ മലയാളം ടെലിവിഷൻ ലക്ഷ്മി നക്ഷത്ര, ഫ്ലവേഴ്സ് TV, സ്റ്റാർ മാജിക്. മികച്ച നടനുള്ള പുരസ്കാരത്തിന് സി കേരളം സംപ്രേഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രബിൻ അർഹനായി. ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ റാംസായി മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവും അർഹമായി. മികച്ച ജനപ്രീതിയുള്ള നടൻ സാജൻ സൂര്യ, സീരിയൽ ഗീതാ ഗോവിന്ദം, ഏഷ്യാനെറ്റ്. മികച്ച ജനപ്രീതിയുള്ള നടി റബേക്ക സന്തോഷ്, സീരിയൽ കളിവീട്, സൂര്യ TV. പ്രതിനായക വേഷത്തിലെ മികച്ച നടൻ ജിഷിൻ മോഹൻ, സീരിയൽ മണിമുത്ത്, മഴവിൽ മനോരമ. പ്രതിനായിക വേഷത്തിലെ മികച്ച നടി ആൻ മാത്യു, സീരിയൽ ശ്യാമാംബരം, സി കേരളം. ഹാസ്യവേഷത്തിലെ മികച്ച നടൻ റിയാസ് നർമ്മകല, സീരിയൽ അളിയൻസ്, കൗമുദി TV. ഹാസ്യവേഷത്തിലെ മികച്ച നടി നേഹ ശ്രീകുമാർ, സീരിയൽ മറിമായം, മഴവിൽ മനോരമ. മികച്ച സ്വഭാവ നടൻ ആനന്ദ് നാരായണൻ, സീരിയൽ ശ്യാമാംബരം, സി കേരളം. മികച്ച സ്വഭാവ നടി ചിലങ്ക, സീരിയൽ കന്യാദാനം, സൂര്യ TV. മികച്ച അവതാരക ലക്ഷ്മി നക്ഷത്ര, സ്റ്റാർ മാജിക്, ഫ്ലവേഴ്സ്. മികച്ച സംവിധായകൻ മഞ്ജു ധർമ്മൻ, സീരിയൽ ചെമ്പനീർ പൂവ്, ഏഷ്യാനെറ്റ്. ഈ വർഷത്തെ വേറിട്ട പ്രകടനം നടത്തിയ പ്രതിഭ ജിൻഡോ, ബിഗ് ബോസ് വിജയി, ഏഷ്യാനെറ്റ്. മികച്ച ജനപ്രീതിയുള്ള നടി അമല, സീരിയൽ സ്വയംവരം, മഴവിൽ മനോരമ എന്നിവരാണ് മറ്റ് അവാർഡുകൾ നേടിയത്. അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ സെപ്റ്റംബർ 5 വൈകിട്ട് 5 മുതൽ തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടികളിൽ വിതരണം ചെയ്യും. Most popular actor, the award goes to Sajan Surya. ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദം എന്ന സീരിയലിനാണ് അദ്ദേഹം വെച്ചുള്ളത്. അപ്പോൾ സാജൻ സൂര്യ ആണ് മോസ്റ്റ് പോപ്പുലർ ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ആക്ട്രസ് ആയി തിരഞ്ഞെടുത്തത് റബേക്ക സന്തോഷ്. ബെസ്റ്റ് ആക്ട്രസ് ഇൻ കോമഡി റോൾ സ്നേഹ ശ്രീകുമാർ, മറിമായം, മഴവിൽ മനോരമ. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ഗോസ് ടു ആനന്ദ് നാരായൺ, ശ്യാമാംബരം, സി കേരളം. പെർഫോമർ ജിൻഡോ, അദ്ദേഹം അർഹമായി ബിഗ് ബോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ഏഷ്യാനെറ്റ് ചാനൽ.
സിനിമ, സീരിയൽ, സംഗീത രംഗത്തെ താരങ്ങളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അവാർഡ് നിശയിൽ പങ്കെടുക്കും. തുടർന്ന് ഗായിക സിതാരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും. കലൂർ IMA ഹൗസിൽ നടത്തിയ അവാർഡ് പ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ കേരള വിഷൻ ചാനൽ ചെയർമാൻ PS സിബി, കേരള വിഷൻ ചാനൽ MD പ്രജേഷ് അച്ചാണ്ടി, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, ശിവദാസ് M എന്നിവരാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. KCCL MD സുരേഷ് കുമാർ, COA സെക്രട്ടറി നിസാർ കോയപറമ്പിൽ, വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ, വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ, കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PS രജനീഷ്, ഷുക്കൂർ കോളിക്കര, സുധീഷ് പട്ടണം സുബ്രഹ്മണ്യൻ, COA സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അബൂബക്കർ സിദ്ദീഖ്, KV രാജൻ, ബിജുകുമാർ എന്നിവരും പങ്കെടുത്തു. കാഞ്ഞാണി ഏനാമാവ റോഡരികിലെ വെള്ളക്കെട്ട് വ്യാപാരികൾക്ക് ദുരിതമായി. ഏനാമാവ റോഡിൽ വിജീസ ഫാബ്രിക്സിന് മുൻവശത്ത് പൊതുമരാമത്ത് റോഡരികിലായി രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് സമീപത്തെ വ്യാപാര കേന്ദ്രങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു വാഹനത്തിന് വഴി കൊടുക്കുന്നതിനിടയിൽ ഈ വെള്ളക്കെട്ടിന്റെ ആഴമറിയാതെ വെള്ളത്തിൽ കാലുകുത്തിയ ഇരുചക്ര വാഹന യാത്രക്കാരി നിയന്ത്രണം തെറ്റി വീണിരുന്നു. ഇത് സംബന്ധിച്ച് ഈ പ്രദേശത്തെ കച്ചവടക്കാർ നിരവധി തവണ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. വാടനപ്പള്ളി തൃത്തല്ലൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ജനങ്ങൾക്ക് ഭീഷണിയായി തെരുവുനായ്ക്കൾ വിലസുന്നു. വ്യാഴാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ടുവന്നിരുന്ന വിദ്യാർത്ഥികളെ ആക്രമിക്കാനായി തെരുവ് നായകൾ ഓടിയെടുത്തു. നാട്ടുകാർ അവസരോചിതമായി ഇടപെട്ടതിനാൽ വിദ്യാർത്ഥികൾ നായകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. തെരുവ് നായകളെ നിയന്ത്രിക്കാനുള്ള നടപടികൾ അധികൃതർ അടിയന്തരമായി കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വടനപ്പള്ളി ഗണേശമംഗലം ബീച്ചിൽ കടൽക്ഷോഭം മൂലം ദുരിതമനുഭവിക്കുന്നവരെ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മുൻ മണ്ഡലം പ്രസിഡന്റ് ശിവപ്രസാദ്, കോൺഗ്രസ് നേതാക്കളായ ആസിഫ് അലി, സുഗന്ധിനി ഗിരി, ഹസീന താജുദ്ദീൻ, അഷറഫ് ഖുറൈഷി, രാഗനാഥൻ വയക്കാട്ടിൽ തുടങ്ങിയവർ കടലാക്രമണം ഉണ്ടായ ഭാഗങ്ങളും കുടിവെള്ളക്ഷാമം നേരിടുന്ന വീടുകളും സന്ദർശിച്ച് അവരുടെ പരാതികളും ആവശ്യങ്ങളും കേട്ടറിഞ്ഞു. തുടർന്ന് എത്രയും വേഗം നടപടിയെടുക്കാൻ വാട്ടർ അതോറിറ്റി എഞ്ചിനീയർക്ക് നിവേദനം സമർപ്പിച്ചു. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജനതയ്ക്ക് വീടൊരുക്കാൻ DYFI നടത്തുന്ന റീബിൽസ് വയനാട് ക്യാമ്പയിനിന്റെ ഭാഗമായി മണലൂർ മേഖലാ കമ്മിറ്റി ചായക്കട നടത്തി. കാഞ്ഞാണി സെന്ററിൽ നടത്തിയ കച്ചവടത്തിന് KA അജീഷ്, നിവിൻ, അരുൺ ആനന്ദ്, ദീപക്, രാഹുൽ, ആഷിഖ്, താജൻ, വിഷ്ണു ദിനേശ് എന്നിവർ നേതൃത്വം നൽകി. ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടത്തി. തരുണിക എന്ന പേരിൽ നടന്ന കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗമായി സ്കൂൾ കലോത്സവം നടക്കുകയാണ്. അതിനൊരു പേരിട്ടുള്ള തരുണ്യക. നമുക്കറിയാം, നമ്മുടെ പഠനം മാത്രമല്ലല്ലോ, അതോടൊപ്പം തന്നെ നമുക്ക് പാഠ്യേതരമായ ഒരുപാട് കാര്യങ്ങൾ കൂടി നിർവഹിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുപോലുള്ള കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. കുട്ടികളിലുള്ള സർഗാത്മകത അത് നമുക്ക് പ്രദർശിപ്പിക്കാനും അതുപോലെ അത് പോഷിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള വേദികളാണ് ഇതുപോലുള്ള അവസരങ്ങളിലൂടെ വിദ്യാർത്ഥികൾ ലഭിക്കുന്നത്. PTA പ്രസിഡന്റ് കവിത കൃഷ്ണ അധ്യക്ഷയായി. സാക്സഫോൺ കലാകാരൻ PN കിഷോർ കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് നെയ്സൺ പൗലോസ്, MPTA പ്രസിഡന്റ് KT ജീതി, PTA വൈസ് പ്രസിഡന്റ് TV രതീഷ്, പ്രധാന അധ്യാപിക TS സുനി, പ്രോഗ്രാം കൺവീനർ ശ്യാമ മാത്യു P എന്നിവർ സംസാരിച്ചു.
അന്തിക്കാട് 6-ാം വാർഡിലെ പൂങ്കാവനം JLGയുടെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ മണി ശശി അധ്യക്ഷയായി. അസിസ്റ്റന്റ് ഡയറക്ടർ അഗ്രികൾച്ചറൽ ഓഫീസർ മിനി ജോസഫ്, കൃഷി ഓഫീസർ ശ്വേത, മുൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ, കുടുംബശ്രീ അംഗങ്ങൾ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഇടവേള. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം. പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. താന്യം ഗ്രാമപഞ്ചായത്തും തൃപ്രയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രവും ചേർന്ന് ക്ഷയരോഗ നിർമ്മാർജ്ജനം ഗ്രാമസഭകളിലൂടെ ഗ്രാമപഞ്ചായത്തിലും എന്ന ലക്ഷ്യത്തെ ആസ്പദമാക്കി ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷറഫ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ സതി ജയചന്ദ്രൻ, മീന സുനിൽ, രഹന പ്രജു, ശ്രീകല സന്തോഷ്, പ്രജിഷ രജീഷ്, സനിത സജൻ, തൃപ്രയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ MB ദീപ, ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവദാസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ TB സെന്ററിലെ സുനിത ബോധവൽക്കരണ ക്ലാസ് നടത്തി. ആശാപ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ICDS സൂപ്പർവൈസർ, സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഫീൽഡ് വിഭാഗം ജീവനക്കാർ എന്നിവർ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. TB നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യമൊക്കെ TB എന്ന് പറഞ്ഞാൽ വളരെയേറെ പേടിച്ച് എല്ലാവരും ഒഴിവായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ വ്യക്തിയെ നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് പല വീടുകളിലും കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാ രോഗങ്ങളിൽ നിന്നും മരുന്ന് എല്ലാ രോഗത്തിനുള്ളത് കൊണ്ട് എല്ലാ രോഗികളെയും ഇന്ന രോഗം ആയാലും നമ്മളതിനെ ഇപ്പോൾ അതൊക്കെ വകവെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാത്തിനും എല്ലാ രോഗങ്ങൾക്കും ഇപ്പോൾ പ്രത്യേക മരുന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് രോഗം വന്നാലും പേടിക്കേണ്ടതായിട്ടില്ല. അത് അതിന് സമയത്ത് കുറച്ച് കാലം നിന്നാലും അത് സാവധാനത്തിലായാലും മാറി കിട്ടും എന്നുള്ളത് കൊണ്ട് നമുക്ക് രോഗങ്ങളോടുള്ള പേടി നമുക്കിപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കാതെ നമ്മൾ ആശാവർക്കർമാർക്ക് മാത്രമാണ് നമ്മൾ ക്ലാസ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് നമ്മൾ ക്ലാസ് കൊടുക്കാറില്ല. അപ്പോൾ ഈ അംഗങ്ങൾ ഈ ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾ ഈ ലോകം മുഴുവൻ ഇതിന് വേണ്ടി മഴയായാലും വെയിലായാലും ഒക്കെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഈ ഹരിതകർമ്മസേന ഓരോ വീടുകളിലും കയറി ഇറങ്ങി നടത്തുന്ന ചെടിയായാലും എന്ത് സാധനം വെള്ളമായാലും എന്തിനും കൂടിയായാലും നമ്മൾ നടക്കുന്നതാണ്. വലപ്പാട് GDM LP സ്കൂളിൽ കുട്ടികൾക്ക് മികച്ച പഠനാനുഭവം പകരുന്നതിനും പഠനം ആവേശകരമാക്കി മാറ്റുവാനുമുള്ള വിവിധ പഠനോപകരണങ്ങളുടെ പ്രദർശനം ഒരുക്കി. ഗണിതം, ഇംഗ്ലീഷ്, ശാസ്ത്രം, ഭാഷ എന്നിവയിൽ കുട്ടികൾക്ക് ആർജിക്കേണ്ട പഠനശേഷികൾ നേടാനും സ്വയം പഠനത്തിന് കുട്ടികൾക്ക് ഉത്സാഹമുണർത്തുന്നതിനും സഹായകമായ 100 കണക്കിന് പഠനോപകരണങ്ങളാണ് പ്രദർശിപ്പിച്ചിരുന്നത്. രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നാണ് ആധുനികമായ പഠനോപകരണങ്ങൾ ചെലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയത്. പഠനോപകരണ പ്രദർശനം SSK തൃശൂർ ജില്ലാ അക്കൗണ്ട്സ് ഓഫീസർ ജസ്റ്റിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷാനുജ അധ്യക്ഷയായി.
പ്രധാന അധ്യാപകൻ CK ബിജോയ്, AC ലിജി, പാർവതി ദിലീപ് എന്നിവർ സംസാരിച്ചു. അധ്യാപകർക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെ വിതരണവും ജസ്റ്റിൻ തോമസ് നിർവഹിച്ചു. സ്കൂൾ ലൈബ്രറിയിലേക്ക് 1ാം ക്ലാസ് വിദ്യാർത്ഥി ജിദ്ദു കൃഷ്ണ സമ്മാനിച്ച 10 പരിസ്ഥിതി പുസ്തകങ്ങളുടെ കിറ്റ് അധ്യാപിക AC ലിജി ഏറ്റുവാങ്ങി. അധ്യാപകരെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അതേപോലെ തന്നെ ഇതുപോലെയുള്ള ലേണിംഗ് മെറ്റീരിയൽസ്, രൂപങ്ങൾ, എല്ലാം കണക്കുകളും എല്ലാം രൂപങ്ങളിലൂടെയൊക്കെയാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഇവിടെ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലേ ഇവിടെ മൊത്തം ലേണിംഗ് മെറ്റീരിയൽസ് ആണ്. ഈ പ്രോപ്പർട്ടി മുഴുവൻ അങ്ങനെയാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ വിജയമാഷ്. ഈ സ്കൂളിൻ്റെ എല്ലാ മുക്കും മൂലയും ഒക്കെ കുട്ടികളെ സംബന്ധിച്ച് പഠിക്കാനുള്ള ഓരോ വേദികളാണ്. ഇവിടെ ഒരിക്കൽ വന്നപ്പോൾ അവിടെ ഒരു മരച്ചൂട്ടിലിരുന്ന് അധ്യാപനം നടത്തുന്ന ഒരു ഗ്രീൻ ക്ലാസ് റൂം ഉണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ കഴിഞ്ഞ ശിലാവലയം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഇപ്പോഴത്തെ നടന്നിട്ടുള്ള വയനാട് ദുരന്തം, അതൊക്കെ പഠിക്കാനുള്ളത് തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ച് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് മാത്രമല്ലല്ലോ, ഈ സാമൂഹികമായി നടക്കുന്ന ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടിയുള്ള പഠന രീതികളുമുണ്ട്. ഇപ്പോൾ cold, happy, sad, apple, and banana, egg, ice cream. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 10 കിലോവാട്ട് സൗരോർജ്ജ നിലയം സ്ഥാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, ജനപ്രതിനിധികളായ സുരേഷ് ഇയാനി, CS മണികണ്ഠൻ, ശ്രീദേവി മാധവൻ, നികിത P രാധാകൃഷ്ണൻ, ഗ്രീഷ്മ സുഗിലേഷ്, ഐഷാബി അബ്ദു ജബ്ബാർ, പഞ്ചായത്ത് സെക്രട്ടറി RH നിനിത, അനർട്ടിലെ എഞ്ചിനീയർ KV പ്രത്യൂഷ്, ഡോക്ടർ അനുമോദ് ബാലകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ AI മുഹമ്മദ് മുജീബ് എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, അണുനിലയങ്ങൾ വരുമ്പോൾ നിരന്തരമായ സമരങ്ങൾ, പ്രശ്നങ്ങൾ ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് എന്നും ഒരു പേടിസ്വപ്നം. ഇന്ന് ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ വന്നാൽ ഉണ്ടാകുന്ന ആ റിയാക്ടറിൽ വരുന്ന അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് ആളുകളെ ബാധിക്കുക എന്നുള്ള ചിന്തകൾ ഒക്കെ ഇങ്ങനെ നമ്മൾ വേട്ടയാടുമ്പോൾ ഇതുപോലുള്ള ഈ സൗരോർജ്ജ പദ്ധതികൾ എല്ലാവരും ഏറ്റെടുത്താൽ ഇത് വളരെ ഗംഭീരമായിട്ട് കേരളത്തിൽ നന്നായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 അടിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ലയൺസ് ക്ലോത്ത് ബാങ്കിന്റെ സോൺ തല വിതരണോദ്ഘാടനം ഇരിങ്ങാലക്കുട പ്രൊവിൻസ് ഹൗസിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരംഭത്ത് ഉദ്ഘാടനം ചെയ്തു. സോൺ ചെയർമാൻ അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ് അധ്യക്ഷനായി. ഇരിങ്ങാലക്കുട വെസ്റ്റ് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജോസഫ് കോടാലി പറമ്പിൽ, ഇരിങ്ങാലക്കുട ടൗൺ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഹാരിഷ് പോൾ, ഹൗസ് ഓഫ് പ്രൊവിഡൻസ് സുപ്പീരിയർ ബ്രദർ ഗിൽബർട്ട്, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ CB സുനിൽകുമാർ, വടനപ്പള്ളി ലയൺസ് ക്ലബ് ട്രഷറർ KB സലീം എന്നിവർ സംസാരിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ തൃപ്രയാർ മേഖലാ സമ്മേളനം നടന്നു. നാട്ടിക SN ഹാളിൽ JK ജോണി നഗറിൽ വെച്ച് നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് CL സാബു ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് TR സുഗിൽദാസ് അധ്യക്ഷനായി. അന്തരിച്ച സുബ്രഹ്മണ്യന്റെ കുടുംബത്തിന് മരണാനന്തര സഹായധനം കൈമാറി. പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറി KT ചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി VS വേണു, PC ഹൈദ്രോസ്, ജോഷി ഇമ്മട്ടി എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഈണം ബഷീർ, PH രാഗേഷ്, സജു കാഞ്ഞാണി എന്നിവരെയും കമ്മിറ്റി അംഗങ്ങളായി KT ചന്ദ്രൻ, TR സുഗിൽദാസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. രണ്ട് മേഖലകളാണ്. ആ രണ്ട് മേഖലകളിൽ ഭൂരിപക്ഷം വരുന്ന ആളുകളും ആയിട്ടും ഒരുപാട് ചങ്ങാത്തത്തിലൂടെ മുന്നോട്ട് പോയിരുന്ന കാലഘട്ടത്തിൽ ആ ഓർമ്മ ഇപ്പോൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി നമ്മുടെ സംഘടന കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃപ്രയാറെത്തുന്നത് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് തന്നെയാണ്. ആദ്യമായി എത്തുന്നത് രാജശേഖരേട്ടൻ, അതുപോലെയുള്ള ആളുകളൊക്കെ എത്തുന്നത് JK സൗണ്ടിൽ തന്നെയാണ്. ധീരം
സ്വയം പ്രതിരോധ പരിശീലനം രംഗശ്രീ കലാജാഥ ജില്ലാതല ഉദ്ഘാടനം വടനപ്പള്ളി CDS-ൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ബീന ഷെല്ലി അധ്യക്ഷയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK പ്രസാദ് വിഷയാവതരണം നടത്തി. അസീബ അസീസ്, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ U മോനിഷ എന്നിവർ സംസാരിച്ചു. പരിശീലന പരിപാടിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി തൃശൂർ കുടുംബശ്രീ രംഗശ്രീ ഗ്രൂപ്പ് 2 ദിവസങ്ങളിലായി വാടനപ്പള്ളി, ഒരുമനിയൂർ, പോർക്കുളം, പാറളം, വേളൂക്കര, ആളൂർ എന്നീ CDS-കളിലാണ് തെരുവ് നാടകം അവതരിപ്പിക്കുന്നത്. രംഗശ്രീ ഗ്രൂപ്പ് അംഗങ്ങളായ ശശികല TR, രാജേശ്വരി VK, ഷൈനി PV, നൂർജഹാൻ, സത്യ മാളിയേക്കൽ, ലീന പ്രസാദ്, ഐഷാബി ടീച്ചർ, ഷീല വേലായുധൻ തുടങ്ങിയവരാണ് തെരുവ് നാടകം അവതരിപ്പിച്ചത്. പലതും കൊള്ളാമെന്നതു കേട്ടിടാൻ നിറയട്ടെന്നും മാനവൃത്തുകൾ നമ്മൾ തെളിച്ച വെളിച്ചത്താ. CSM സെൻട്രൽ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. കുട്ടികളിൽ വായന വളർത്തുന്നതിനും ക്രിയാത്മക രചനകളിലുള്ള അഭിരുചി വികസിപ്പിക്കുന്നതിനുമാണ് ഏകദിന ശില്പശാലയിലൂടെ അവസരമൊരുക്കിയത്. കവിയും എഴുത്തുകാരനും ചലച്ചിത്ര പ്രവർത്തകനുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ M ദിനേശ് ബാബു, ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ, സെക്രട്ടറി CM നൌഷാദ്, മാനേജർ PK ഹൈദരാലി, PTA പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി, വൈസ് പ്രിൻസിപ്പൽ നദീറ ജാബിർ, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഇവിടെയൊക്കെ വന്നു പോയിട്ടുണ്ട്. പണ്ട് 2013 അപ്പുറത്ത് മതിലകത്തിനടുത്ത് വെച്ച് കമൽ എന്ന അനുഗ്രഹീതനായ ഒരു സംവിധായകന്റെ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ അന്നത്തെ ഇവിടുത്തെ ഒരു പൗരാണിക സ്വീകരണം തന്നപ്പോൾ ആ സിനിമയിലെ സംഭാഷണം പൃഥ്വിരാജിന്റെ ജീവിതം അന്ന് ആട് ജീവിതമായിരുന്നു. ഇപ്പോഴാണ് ആട് ജീവിതത്തിലൂടെ ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയെങ്കിൽ അന്ന് കമൽസാൻ ഒരു സിനിമയിലൂടെ കുറെ ആളുകൾക്ക് നല്ല ജീവിതം കൊടുത്തു. അങ്ങനെ ആ സിനിമയിലെ സംഭാഷണങ്ങൾ പഴയ ട്രാവൽപൂർ മലയാളത്തിൽ എഴുതാൻ ഉള്ള ഒരു നിയോഗം എനിക്കാണ് കിട്ടിയത്. എന്നാൽ ആ സിനിമ കഴിയുന്നുണ്ടെങ്കിൽ സിനിമ തുടങ്ങുമ്പോൾ ലാംഗ്വേജ് കൺസൾട്ടൻസ് ബിജു ബാലകൃഷ്ണൻ ഒരു വലിയ ടൈറ്റിൽ 10-12 വർഷം മുമ്പാണ് ഇതാണ് ഫിലിം സെല്ലുലോയിഡ് എന്നാണ് സാഹിത്യം പറയുന്നത്. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നല്ല ചിന്തയും നല്ല ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടന്നു. കൊടുങ്ങല്ലൂർ DYSP VK രാജു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഏറ്റവും സാങ്കേതിക വിദ്യ ഉള്ള ആയുധങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് നമ്മുടെ പട്ടാളക്കാരാണ്. ബോർഡറിൽ നിൽക്കുന്ന പട്ടാളക്കാരും DSFകാരുമാണ്. അവർക്ക് ഡിസിപ്ലിൻ ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താണ്? എന്താ സംഭവിക്കുക? ഈ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കമാൻഡ് ഇല്ലാതെ അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കാണുന്നവരെയൊക്കെ ഫയർ ചെയ്യാൻ ഉപയോഗിച്ച അവരുടെ അവസ്ഥ എന്താണ്? നാട് കുട്ടിച്ചോറായി മാറും. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഡിസിപ്ലിൻ വേണമെന്ന് പറയുന്നത്. ഏതെല്ലാം മേഖലയാണ് നമുക്ക് ഡിസിപ്ലിൻ വേണ്ടത്? അധ്യാപകർ നിങ്ങളോട് പഠിച്ചിട്ട് വരാൻ പറയും, നിങ്ങൾ പഠിക്കാതെ വരുന്നു. അവിടെ ഡിസിപ്ലിൻ ഉണ്ടോ? ഒരു ഡിസിപ്ലിൻ ഇല്ല. ഇപ്പം ഞങ്ങളുടെ പോലീസിൻ്റെ ആണെങ്കിൽ ഞങ്ങൾക്കൊരു മെസ്സേജ് വരും, എല്ലാവരും രാത്രി 1 മണിക്ക് ഡ്യൂട്ടി സ്ഥലത്ത് എത്തണം, അല്ലെങ്കിൽ നിങ്ങളെ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് അതിന് വരാറുണ്ട്. 1 മണിക്ക് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണം. വളരെ അടിയന്തര സാഹചര്യമുണ്ട്, എനിക്ക് ഉറങ്ങണം എന്ന് കരുതി, എനിക്ക് വേറെ കുറേ ആവശ്യങ്ങളുണ്ടെന്ന് കരുതി ഞങ്ങൾക്ക് ആ ആജ്ഞ നിറവേറ്റാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനേക്കാൾ വലിയ കാര്യം എന്തോ ഒരു സംഭവം സമൂഹത്തിൽ നടക്കാൻ പോവുകയാണ്. അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാർ നിങ്ങൾ ഈ രാത്രി 1 മണി സമയത്ത് അവിടെ വരാൻ പറയുന്നത്. അവിടെ നമ്മുടെ ഉറക്കമല്ല പ്രധാനം. എന്താണ്? സമൂഹത്തിന്റെ നന്മയാണ്, അല്ലേ? സാമൂഹിക നന്മയാണ് പ്രധാനം. അവിടെ നമ്മുടെ ഉറക്കത്തിനൊന്നും യാതൊരു പ്രാധാന്യമില്ല. ബട്ട് ഈ ഡിസിപ്ലിൻ എല്ലാ മേഖലയും കൂട്ടുകാരുമായി കൂട്ടുകൂടുമ്പോൾ, അധ്യാപകരുമായിട്ട് സംസാരിക്കുമ്പോൾ, പേരൻസുമായിട്ട് സംസാരിക്കുമ്പോൾ, അടുത്ത വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ. ലോക്കൽ മാനേജർ PK പ്രസന്നൻ, PTA പ്രസിഡന്റ് PSP നസീർ, വികസന കമ്മിറ്റി ചെയർമാൻ CS മണികണ്ഠൻ, പ്രിൻസിപ്പൽ ജയാബിനി GSB, HM ഇൻചാർജ് ശ്രീജിനി K, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, അധ്യാപകരായ രഘുരാമൻ K, ഷൈജ EB എന്നിവർ പങ്കെടുത്തു. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ നേടിയ DYSP VK രാജുവിനെ ചടങ്ങിൽ ആദരിച്ചു. പെരിഞ്ഞനം കുട്ടി തിരുവാതിര കൂട്ടം വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തുക നൽകി. ഇവർ തിരുവാതിര കളിച്ച് ലഭിച്ച തുകയിൽ നിന്നാണ് ധനസഹായം നൽകിയത്. പെരിഞ്ഞനം SNS സമാജം സ്കൂളിൽ പഠിക്കുന്ന ഇവർ കയ്പമംഗലം പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ സ്കൂളിലേക്ക് തുക കൈമാറി.
നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ കീഴ്ക്കാവായ നാട്ടിക ശ്രീ ഭദ്രകാളി മായങ്കാവിൽ മഹാഭദ്രകാളി ദേവിക്ക് രൂപക്കളം ശനിയാഴ്ച നടക്കും. രാവിലെ ഗുരുപൂജയ്ക്ക് ശേഷം അഷ്ടദ്രവ്യ ഗണപതി ഹോമം, കലശപൂജ, ശ്രീ മഹാദേവിയുടെ രൂപക്കളത്തിലേക്ക് എഴുന്നള്ളിപ്പ്, മഹാദേവിക്ക് കലശാഭിഷേകം, ഉച്ചയ്ക്ക് 12:30 മഹാദേവിയുടെ രൂപക്കളത്തിൽ നൃത്തം, അന്നദാനം എന്നിവ ഉണ്ടായിരിക്കും. ചൂലൂർ നടൂപ്പറമ്പിൽ ശങ്കരൻ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. തൃശൂർ യമുന ഹോട്ടൽ സ്ഥാപകനാണ്. ഭാര്യ കമലം, മക്കൾ രാജീവ്, അംബിക, സജീവ്, യോഗിനിമാത സേവാ കേന്ദ്രം സെക്രട്ടറി ലളിത, മനോജ്, മരുമക്കൾ ലൗലി, അനിരുദ്ധൻ, ബിന്ദു, പരേതനായ ഉണ്ണികൃഷ്ണൻ, ശോഭ. സംസ്കാരം ശനിയാഴ്ച 12-ന് ചൂലൂർ ശാന്തിധരണി ശ്മശാനത്തിൽ. മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കണ്ടങ്ങത്ത പരേതനായ രാമൻകുട്ടി മകൻ മുരളീധരൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9-ന് വെങ്കിടങ്ങ പഞ്ചായത്ത് നിദ്രാവനത്തിൽ. ഭാര്യ സന്ധ്യ, മക്കൾ സ്വാതി, ശ്രുതി, ശരത്, മരുമക്കൾ അനീഷ്, പ്രശാന്ത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ ലോറിയിടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചു. കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ പ്രബിൻ, നടി ഐശ്വര്യ റാംസായി, ചെമ്പനീർപ്പൂവ് ജനപ്രീതിയുള്ള സീരിയൽ. കാഞ്ഞാണി ഏനാമാവ റോഡരികിലെ വെള്ളക്കെട്ട് ദുരിതമാകുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.